നമസ്കാരം. നമ്മൾ ഈ മാവിൻ്റെ താഴെ വീണ് കിടക്കുന്ന മാങ്ങകളൊക്കെ പറക്കിയെടുത്തിട്ട് അതിൻ്റെ മാങ്ങാണ്ടി എടുത്തിട്ട് പണ്ടുള്ളവരൊക്കെ ഈ മാങ്ങാണ്ടി കൊണ്ട് അപ്പം ഉണ്ടാക്കും. അതുപോലെ കിണ്ണത്തപ്പം, പായസം, അതുപോലെ എന്താണ് കിണ്ണത്തപ്പം, പായസം, പിന്നെ അട അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ മാങ്ങാണ്ടിയുടെ ഗുണങ്ങൾ വളരെയധികം ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഈ മാങ്ങാണ്ടി ഒരിക്കലും നമ്മൾ കളയരുത്. ഇന്ന് ഞാൻ മാങ്ങാണ്ടി കൊണ്ട് ഒരു പായസം ഉണ്ടാക്കണം. ഇപ്പോൾ പണ്ടുള്ള അമ്മമാരൊക്കെ ചെയ്യാത് ഈ കുളത്തിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ കിഴി കെട്ടിയിട്ട് കുളത്തിൽ കുറേ നാൾ ഇട്ട് വയ്ക്കും. അപ്പോൾ അതിൻ്റെ കട്ടൊക്കെ പോവും. അതുപോലെ എന്നല്ല, ഇപ്പോൾ എളുപ്പ വഴിയായിട്ട് നമുക്ക് ഈ മാങ്ങണ്ടീനെ എടുത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് കുറേ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ കട്ട് കളയലാണ് ഇപ്പോഴത്തെ രീതി. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. അപ്പോൾ മാങ്ങാണ്ടി കൊണ്ട് ഞാനിന്നൊരു പായസം ഉണ്ടാക്കാനാണ് പോകുന്നത്. ഇതേപോലെയാണ് കേട്ടോ മാങ്ങേരെ ഉള്ളിലത്തെ പരിപ്പ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പുറത്തുള്ളൊരു തൊലിയുണ്ട്, അത് നീക്കിയിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇത് അരച്ചെടുത്തിട്ട് ഇതിൻ്റെ കട്ട് കളയണം. ഇതിനൊരു കട്ടുണ്ട്. പണ്ടൊക്കെ ചിലർ ഇതിൽ വെള്ളത്തിലിങ്ങനെ കുറേ ഇത് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കും. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഈ കട്ടൊക്കെ പോയതിന് ശേഷം അരച്ചിട്ട് അപ്പം ഉണ്ടാക്കും. ഈ മാങ്ങേരെ ഉള്ളിലത്തെ പരിപ്പ് നമുക്ക് എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ല മയത്തിൽ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടി ഊറാനായിട്ട് വെക്കണം. അപ്പോൾ 4 മണിക്കൂറെങ്കിലും ഇത് കഴിയണം. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വെള്ളം മാറ്റി വീണ്ടും ഒഴിക്കണം. കണ്ടോ, മുകളിൽ കുറച്ച് വെള്ളം അങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ തെളിഞ്ഞ വെള്ളം ഊറ്റി കളയണം. എന്നിട്ട് പിന്നെ നമുക്ക് ആദ്യം വെള്ളം ഒഴിച്ച് വെക്കണം. എന്നിട്ട് വീണ്ടും 4 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും തെളിഞ്ഞ് വന്ന വെള്ളം ഊറ്റി കളയണം. നമ്മൾ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ തന്നെ. ഇതേപോലെ കണ്ടോ അടിയിൽ ഇങ്ങനെ വരും. ഇനിയും വെള്ളം ഒഴിച്ച് വയ്ക്കണം. നല്ലോണം വെള്ളം ഒഴിച്ച് വയ്ക്കണം കേട്ടോ. കുറേ പ്രാവശ്യം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പായസം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ അരച്ചെടുത്ത കട്ട് കളഞ്ഞ ആ കൂട്ടില്ലേ അത് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാം പാല് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല പോലെ മിക്സ് ചെയ്യുക. കട്ട കെട്ടരുത്, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കണം. നല്ല പോലെ കുറുകി വരുമ്പോൾ നമുക്ക് ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ അതൊരു വെന്ത പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ശർക്കരപ്പാനി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൈവിടാതെ ഇളക്കണം, ഇത് കട്ട പിടിക്കരുത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കട്ടണ്ടിയുടെ പായസം. അപ്പോൾ കട്ടണ്ടി പായസം എന്നാണ് ഇതിനെ പറയാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ പരിപ്പ് പായസമോ ഗോതമ്പ് പായസമൊക്കെ കുടിക്കുന്നതിലും നമ്മൾ കുമ്പളങ്ങ പായസം അങ്ങനെ കുടിക്കില്ല. അപ്പം ഇതും ഒരു വെറൈറ്റി പായസമാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ. അപ്പം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇനി നമ്മൾ തൻപാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഈ കട്ടണ്ടിയുടെ അടയും അപ്പവും ഒക്കെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇടിവെട്ട ഏൽക്കില്ല എന്നൊക്കെ പണ്ടുള്ളവർ പറയും. അപ്പോൾ ഇത് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി പായസമായി. അപ്പോൾ നമ്മുടെ കട്ടണ്ടി പായസം റെഡിയായി. അപ്പോൾ മാങ്ങാണ്ടി കിട്ടുമ്പോൾ ആരും കളയരുത്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്താൽ നമുക്ക് ആ മധുരം ബാലൻസ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ കട്ടണ്ടി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം.